അച്ഛന്മാരെല്ലാരെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഞാൻ മക്കളത്തൊന്ന് സംസാരിച്ചോട്ടെ. ഒരു മിനിറ്റ്. അല്ല സാറേ ഇത് എന്റെ മോനെ. ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞാൻ പോണ്ടല്ലോ അല്ലേ സാറേ? അച്ഛനല്ലേ? ഇതല്ലേ? അതിന് സംശയം. എനിക്ക് നിനക്കടുത്തൊരു കാര്യം പറയണ്ടേ. നീ വെളിയിൽ ഒന്ന് വാപ്പിച്ച് കണ്ടിട്ടേ പോവാവേ കേട്ടാ. എന്റെ വാപ്പയല്ലേ സാർ സെലക്ട്? എന്റെ അച്ഛനല്ലേ സാർ ഏറ്റവും ബെറ്റർ? ആ ബെറ്റർ അല്ലേ? മാറിയില്ലേ? അതെ ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു ക്ഷീണം. ഒരെണ്ണം കീച്ചിയാലോ? അതെ, രാവിലെ അടിച്ചൊക്കെ തീർന്നു. ജവാൻ കൊണ്ട് നമ്മുടെ ജവാനാണെങ്കിൽ ഒരു നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന ഒരു സമാധാനം കേൾക്കണം. നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് എന്തായാലും 3 പേർക്കും കൂടെ ജോലി കൊടുക്കാൻ പറ്റൂല. വേണ്ട, എന്റെ പപ്പയ്ക്ക് മാത്രം കൊടുത്താൽ മതി. സാറിന് അറിയാലോ എന്റെ അച്ഛൻ ഒരു റിട്ടയർഡ് ആയ പട്ടാളക്കാരനാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യ എന്റെ അച്ഛനാണ്. പട്ടാളത്തിൽ നിന്ന് ആൾക്കാർ റിട്ടയർ ചെയ്യുന്നത് എന്തിനാണ്? അങ്ങനെ കണ്ണും കണ്ണൂടെ ചെവിയും കണ്ണൂടെ, അതുകൊണ്ടാണ് പുള്ളിയെ റിട്ടയർ ചെയ്ത് വിട്ടത്. ഇവർ ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഈ ജോലിക്ക് ഏറ്റവും ആവശ്യം പ്രായോഗിക ബുദ്ധിയാണ്. അതെന്റെ വാപ്പയ്ക്ക് ആവശ്യം പോലെ ഉണ്ട്. അതെ, ഉണ്ടാണ്ടിരിക്കട വിവരക്കേട് പറയാതെടാ. എന്റെ പൊന്നു സാറേ, ഒരു സെക്യൂരിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താ? മനോധൈര്യം. അതെന്റെ ഫാദർ നന്നായിട്ടുണ്ട്. ഇവരുടെ അപ്പനെ മനോധൈര്യം മാത്രമല്ല, 10 പേര് വന്നാലും ഇവരുടെ അപ്പ അവരെ നോക്കി അങ്ങ് ഊതിയാ മതി. പിരിറ്റ് തുപ്പിയെന്നുള്ളൊരു കേസും കൂടെ വരും. സാറേ എന്റെ അച്ഛന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അതെ വരുമ്പോ രാവിലെ വരുമ്പോഴത്തേക്കും സാറിന് നെഞ്ചത്തിരിക്കും തോക്കിലുണ്ടാ. എന്റെ അപ്പനും തോക്കൊക്കെ ഉപയോഗിക്കാൻ അറിയാം. അതെ, വെള്ളം ചിറ്റുന്ന പള്ളിപ്പെരാളി എടുത്തില്ല അടിക്കാൻ തോക്കില്ല. നിന്റെ വാപ്പ അടിക്കണ പൊട്ടാസ് വെച്ച് അടിക്കണ തോക്ക് നീ എന്തോന്നോ ആ ജോലി എന്റെ വാപ്പയ്ക്ക് തന്നെ കൊടുക്കണം. ശരി, ഈ നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ടിലെ കണ്ണീർ ഇട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടു നിർത്താം. അത് മാത്രം അങ്ങനെ കൊള്ളുള്ളൂ. തീരുമാനം പറയണം സാർ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ. ഇല്ല സീരിയസ് ആയിട്ട് സംസാരിച്ചോളൂ. എന്നിട്ട് ആരെങ്കിലും ഒന്ന് ജോലിക്ക് എടുക്ക് സാറേ. ആരെങ്കിലും അല്ല, എന്റെ അച്ഛനെ തന്നെ എടുക്കണം. പിന്നെ നിന്റെ അച്ഛനെ എടുത്ത് നീ അവിടെ മാറിയിരുന്നു സൈഡില്, എന്റെ അപ്പനെ തന്നെ എടുക്കും. മതി. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. അല്ല, ആരെ വേണമെന്ന് ഒരു റൗണ്ട് ഇന്റർവ്യൂ കൂടെ നടത്തിയിട്ട് ഞാൻ തന്നെ ഫിക്സ് ചെയ്തോളാം. ഓക്കെ അല്ലേ? അവരെവിടെ ഉണ്ട്? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ജോലി എന്റെ വാപ്പയ്ക്കുള്ള സോറി, എന്റെ പപ്പയ്ക്കുള്ളതാണ് കഴിക്കണം സാർ. അവിടെ നിന്നേരൊക്കെ അവിടെ കൂട്ടത്തോടെ പോയി. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. എല്ലാവരും ഒരുമിച്ച് പുറത്തോട്ടാ പോയെന്ന് തോന്നുന്നു. കുറച്ച് ഇവിടെ നിന്ന് കഥ പറഞ്ഞു, എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി. പക്ഷെ എനിക്ക് വന്നത് ഒന്നും കൂടെ അടിക്കാൻ പോയെന്നാണ്. ഓട്ടോക്കാരനോട് ആരോടുണ്ടെന്നൊക്കെ ചോദിച്ചു. കൺഫേം അവിടെ പോയത്. കമ്പനി ജോലി കിട്ടിയില്ലെങ്കിലും കമ്പനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട് 3 നീ ഉണ്ടാ ഇതുപോലത്തെ പീസുകൾ വേറെ? ഞങ്ങൾക്കൊക്കെ ഒന്നേ ഉള്ളൂ സാർ. എന്തോന്ന് തന്തരാരിയല്ലേ സാർ പറഞ്ഞു? ഒന്നേ ഉള്ളൂ സാർ. ഇനി ആ 3 മദ്യത്തന്തള ഈ പരിസരത്ത് എങ്ങാനും കണ്ടുപോയ സെക്യൂരിറ്റി ഞാൻ കണ്ടുപിടിച്ചോളാം. സാർ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്തൊന്ന് PTA മീറ്റിംഗ് ഇവിടെ? സെക്യൂരിറ്റി ജോലിക്കുള്ള ഇന്റർവ്യൂവിന്.